പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോവുകയാണ് യൂസഫ് അബു ഉമൈറ എന്ന 23-കാരനായ പാലസ്തീൻ യുവാവ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കാനുള്ള അവിഭാജ്യ ഘടകങ്ങളായ അവയവങ്ങൾ ഒന്നുമില്ലാതെയാണ് യൂസഫ് ഈ ഭൂമിയിലേക്ക് പിറന്നത്. എന്നാൽ തനിക്ക് ഭാവിയിലേക്ക് പാർക്കാനുള്ള ചിലവൊന്നും അർപ്പിക്കില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അറബ് സമൂഹങ്ങളിൽ പ്രചോദന ശക്തിയായി നിലനിൽക്കുന്ന ഈ യുവാവ് എല്ലാ ദിവസവും സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്താറുണ്ട്. കക്ഷത്തിൽ മൊബൈൽ ഫോണുമായാണ് ഇദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചുണ്ടുകൾ കൊണ്ടാണ് ഫോൺ വിളിക്കാനുള്ള നമ്പറുകൾ അമർത്തുന്നത്. ആവശ്യം കഴിഞ്ഞാൽ ഫോൺ അരികിലുള്ള ചക്രകസേരയിൽ വയ്ക്കുകയും ചെയ്യും. ജനിച്ചപ്പോൾ കിട്ടാത്ത കൈകാലുകൾക്ക് പകരം ബുദ്ധി കൊണ്ട യൂസഫ് ജീവിതം ആഞ്ഞുകുഴഞ്ഞു. മുന്നിലുള്ള വെല്ലുവിളികളെ ബൗദ്ധികമായി അഭിമുഖീകരിച്ചു. വൈകല്യങ്ങൾ ബാല്യകാലത്ത് ഏറെ പ്രയാസവും വ്യസനവും സൃഷ്ടിച്ചിരുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കാനാവുന്നില്ല എന്നതായിരുന്നു അതിലൊന്ന്. പക്ഷേ യൂസഫിന്റെ കുടുംബം എല്ലാ സഹായവുമായി കൂടെ നിന്നു. ഭിന്നശേഷിക്കാരനാണെന്നത് പ്രത്യാശ വരുത്തുന്ന ചിന്തയാകാതിരിക്കാൻ അവർ പലതരം കാവലുമായി. എല്ലാം മൊത്ത ഒരാളാണെന്ന് ഉറപ്പിക്കാനുള്ള വികാരം അവർക്കായതിനാൽ അവരിൽ പ്രത്യാശയുടെ നീരുറവ കണ്ടു. ഉൾക്കാഴ്ച കൊണ്ട് അവൻ പേന പിടിച്ച് പഠിച്ചു. കൈകളില്ലാത്ത അവൻ ചുമരുകൊണ്ട് പേന പിടിച്ച് ചെറുപ്പത്തിൽ തന്നെ എഴുതാൻ ശീലിച്ചു. മാതാവ് സ്കൂളിൽ ചേർത്തെങ്കിലും സഹപാഠികൾക്കൊപ്പം പഠനം സാധ്യമാകാത്തതിനാൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് ഒരു അയൽവാസിയുടെ സഹായത്താൽ പഠനം സാധ്യമായി. സെക്കൻഡറി സ്കൂൾ പഠനം പൂർത്തിയാക്കിയപ്പോൾ എല്ലാ വിഷയങ്ങളിലും 90% മാർക്ക് യൂസഫിനുണ്ടായിരുന്നു. തുടർന്ന് നിയമബിരുദം നേടാൻ സർവകലാശാലയിൽ ചേർന്നു. പഠനത്തിൽ ഇതുവരെ എല്ലാ വിഷയങ്ങളിലും 93% മാർക്കായിരുന്നു യൂസഫ് നേടിയത്. എല്ലാത്തിനും സഹായം നേടിയിരുന്ന പദ്ധതികൾക്ക് വിരാമമായി തനിച്ച് ഭക്ഷണം കഴിക്കാനായി ഉമ്മയെ ആശ്രയിക്കുന്നത് 20% ചുരുങ്ങിയെന്ന സന്തോഷവും യൂസഫിനുണ്ട്. പഠനത്തിൽ ഏറെ പ്രയാസം താമസിക്കുന്ന കെട്ടിടത്തിലെ 2ാം നിലയിൽ നിന്ന് പുറത്തിറക്കുന്നതാണ്. യൂസഫിന് നീങ്ങാൻ അറിയാമെന്നത് വിസ്മയങ്ങളുടെ പട്ടിക നീട്ടുന്നു. മാഹിർ അബു മർസൂദ് എന്ന പരിശീലകൻ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുകയായിരുന്നു. ചായും ചാടിയും മറിഞ്ഞും വെള്ളത്തിൽ അനായാസം നീന്തി പിടിക്കും. ഇതിലൂടെയെല്ലാം ലഭിച്ച ആത്മവിശ്വാസത്തിൽ കരാട്ടെ പഠിക്കാൻ യൂസഫ് ചേർന്നിട്ടുണ്ട്. ലോകത്തുള്ള യുവാക്കൾക്ക് വേണ്ടി യൂസഫ് തന്റെ അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കൊണ്ട് ഇങ്ങനെ കുറിച്ചു: ജീവിതത്തിൽ നിരാശ പാടില്ല, നിരാശയിൽ ജീവിതവും ഉണ്ടാകില്ല. ആശയങ്ങൾക്ക് ജീവിതത്തിലേക്ക് കുതിക്കാനുള്ള ഇന്ധനമാണ് ഭിന്നശേഷിക്കാരനായ ഈ യുവാവ്.